പക്ഷേ ഉപദ്രവിച്ചവരാണ് കൂടുതൽ. സിനിമയിൽ നമ്മൾ പറഞ്ഞ വിഷയത്തില്ല, സിനിമയിൽ ജാതിയുണ്ട്, കൂട്ടുകെട്ടുകൾ, സംഘങ്ങളുണ്ട്, മനഃപൂർവ്വമായി ഉപദ്രവിക്കുന്ന വലിയ വലിയ ആൾക്കാർ, ലോബികളുണ്ട്. പിന്നെ വലിയ വലിയ ആളുകൾ, ചെറിയ ആളുകൾ. ഇപ്പം നമ്മളെപ്പോലും സാധാരണ വന്നു ചേരുന്ന ഒരു യുവനടനെ സംബന്ധിച്ച് ഒരു വലിയ ആളിൽ നിന്നൊരു ഉപദ്രവം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അവരൊക്കെ തുല്യരല്ലല്ലോ നമ്മൾ. ഇപ്പം രജനീകാന്ത് എന്നെ ഉപദ്രവിച്ചു എന്ന് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കഷ്ടം? സ്ഥിതി ആലോചിച്ചു. സ്റ്റാറുകളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാ? മോഹൻലാൽ, മമ്മൂട്ടി, മോഹൻലാലൊക്കെ തുടക്കകാലം നല്ല ബന്ധം. ലാലേട്ടനായിട്ട് നമ്മൾ കുട്ടിയായിരിക്കുമ്പോഴേ അറിയാം. ലാലേട്ടൻ സിനിമ വരുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നല്ലോ ലാലേട്ടൻ്റെ അച്ഛൻ. അദ്ദേഹം എൻ്റെ കൂടെയും ഉണ്ടായിരുന്നു മന്ത്രിയായപ്പോൾ സമയത്ത്. അദ്ദേഹം അങ്ങനെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹമായിട്ട് നല്ല, ആ കുടുംബമായിട്ട് നല്ല ബന്ധമാണ്. അതും ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ളതിലുപരി ഒരു കുടുംബ ബന്ധമാണ് അദ്ദേഹമായിട്ടുള്ളത്. പിന്നെ മമ്മൂക്കായിട്ട് നല്ല ബന്ധം. ഞാൻ ഈ മമ്മൂക്കയുടെ ഏറ്റവും വലിയൊരു ആരാധകനാണ്. പക്ഷെ പുള്ളിക്ക് എന്നെ അത്ര ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ കാര്യം മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്ന ആളിനെ എൻ്റെ ഒരു റോൾ മോഡലായിട്ട് നടൻ എന്ന നിലയിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളായിരുന്നു. പിന്നീട് പുള്ളി നമ്മളോടൊത്തങ്ങ് അകന്നിരിക്കുന്ന എന്തുകൊണ്ടെന്നറിയും. അതൊന്നും കുഴപ്പമില്ല. ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളിപ്പോൾ അഭിനയിച്ചിട്ട് ഒരു 20 വർഷം കൂടുതൽ. കിങ് എന്ന പടമാണ് അവസാനം. 20 വർഷമായി ഒരുമിച്ച് 20 കൂടുതലേ ഒരുമിച്ച് അഭിനയിച്ചു. അയ്യോ, അത് മലയാളികൾക്ക് എനിക്ക് വലിയ അത്ഭുതമുള്ള ഒരു വാർത്തയാണ്. നമ്മൾ കിങ് വരുന്നത് 98-ലോ 96-ലോ ആണ്. 25 വർഷത്തോളമായി കിങ് വന്നിട്ട്. അതാണ് അവസാനം അഭിനയിച്ച പടം. അതിന്റെ ഒരു കാരണം ഈ മുമ്പേ പറഞ്ഞത് എന്തുകൊണ്ടോ പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ല. അത് പുള്ളിയോട് സംസാരിച്ചിട്ടില്ല? ഇല്ല, അത് സംസാരിക്കേണ്ട കാര്യമില്ല. അങ്ങനൊന്നും ഞാൻ ആരോടും ചോദിക്കില്ല. ഞാൻ ആരോടും പോയി ഇന്നുവരെ എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു എന്തുകൊണ്ടോ ദൈവം അതിനൊരു അവസരം തന്നില്ല. ഇനി തന്ന അവസരങ്ങൾ സ്വീകരിച്ചതല്ല. നമ്മൾ വിശുദ്ധ ഖുർആനിൽ പറയുന്ന കണക്ക് നീ കഴിക്കേണ്ട ധാന്യത്തിൽ നിന്റെ നാമം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ അഭിനയിക്കേണ്ട പടങ്ങളിൽ ഞാൻ അഭിനയിച്ചു എന്ന് വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ആളാണ്. ഈ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ കാണാറുണ്ട്. സംസാരിക്കും. വളരെ രോഗിയാണ്. കാണുമ്പോൾ സംസാരിക്കുകയും ചെയ്യും. എന്തുകൊണ്ടും അദ്ദേഹത്തിന് നമ്മളോട് ഇഷ്ടമല്ല. എന്തുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടക്കുറവൊന്നുമില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ ആരാധിച്ച ആളാണ്. ഞാൻ ആദ്യം മമ്മൂക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് 36 വയസ്സാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് 36 വയസ്സാണെന്ന്. എന്താണ് അന്ന് കണ്ടതാണ്. ഞാനന്ന് സിനിമയിലൊന്നുമില്ല, ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. അന്ന് പരിചയപ്പെട്ടതാണ്. പക്ഷെ ഞാൻ വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുത്തത്. എന്തുകൊണ്ടോ എനിക്കൊരു വിരോധം പോലെ കാര്യം മനസ്സിലായിട്ടില്ല. ഈ ഫോണില് സ്ഥിരം വിളിക്കുന്ന അത്തരം അടുപ്പമുള്ള നടന്മാർ, സിനിമാക്കാരെങ്കിലും? ലാലേട്ടനെ വിളിക്കും. പിന്നെ ഇടവേള ബാബുവിനെ വിളിക്കും, സിദ്ദിഖിനെ വിളിക്കും. എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരാണ്. ജയറാമിന് ഇടയ്ക്ക് വളരെ അപൂർവമായി. പിന്നെ മുകേഷുമായിട്ട് സംസാരിക്കും. മുകേഷുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിക്കും. നേരിട്ടും കാണുമല്ലോ നമ്മളെപ്പോഴും മുകേഷിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പോയിരിക്കും. കാരണം മുകേഷിൻ്റെ തമാശകൾ കേട്ട് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് നമുക്ക് മനസ്സിൽ ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും.